വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാമായിരുന്നു സുവേന്ദു. ആ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തി. മമതയെ ഉൾപ്പെടെ തോൽപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്നല്ല പറയുന്നത്, മമതയെ ഉൾപ്പെടെ തോൽപ്പിച്ചു. ആ മമതയെ തോൽപ്പിച്ചതും സുവേന്ദു അധികാരി തന്നെയാണ്. മമതയുടെ വിശ്വസ്തനായിരുന്നു സുവേന്ദു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി പിടിമുറുക്കിയതോടുകൂടി സുവേന്ദു അകലുകയായിരുന്നു. പിന്നെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത്. അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ സുവേന്ദുവിന്റെ സ്ഥിരം മണ്ഡലമായ നന്ദിഗ്രാമിൽ ചെന്ന് മമത സുവേന്ദുവിനെ പകരം വീട്ടുന്നതിന് മത്സരിച്ചു. അവിടെ സുവേന്ദു തന്നെ ജയിക്കുകയായിരുന്നു. മമതാ ബാനർജി അമ്പേ പരാജയപ്പെട്ടു. പിന്നീട് മറ്റൊരാളിനെ മാറ്റി നിർത്തി അവിടെ മത്സരിച്ച് വിജയിച്ചാണ് മമതാ ബാനർജി തന്റെ മുഖ്യമന്ത്രി കസേര നിലനിർത്തിയത്. ഇത്തവണ സുവേന്ദു അതിനും പകരം വീട്ടി. മമതാ ബാനർജിയുടെ ഭവാനിപ്പൂരിൽ ചെന്ന് മത്സരിച്ച മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി സുവേന്ദു മുഖ്യമന്ത്രി കസേരയിലേക്ക്. 35 വർഷം 3.5 പതിറ്റാണ്ട് പശ്ചിമ ബംഗാൾ ഭരിച്ച CPM-നെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയാണ് മമതാ ബാനർജി അധികാരത്തിലേക്ക് എത്തുന്നത്. 15 വർഷം മുടിചൂടാ മന്നനായി ഇരുവായ്ക്ക് എതിർവായില്ലാതെ ഭരിച്ച തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മമതാ ബാനർജിയെ പുറത്താക്കിയാണ് സുവേന്ദു അധികാരി ഇത്തവണ അധികാരം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 77 പശ്ചിമ ബംഗാളിൽ BJP-യുടെ സീറ്റ് നില. അത് ഇത്തവണ 207 കുതിച്ചത് സുവേന്ദുവിന്റെ നേതൃത്വത്തിനുള്ള അംഗീകാരം തന്നെയായിരുന്നു. കേന്ദ്ര നേതൃത്വം അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് സുവേന്ദുവിന് മുഖ്യമന്ത്രി പദം നൽകിയത്. ശരിക്കും BJP-യുടെ തീവ്ര ആശയങ്ങളുടെ പ്രതിനിധിയാണ് സുവേന്ദു അധികാരി. ജയ് ബംഗ്ല വിളിച്ച് തന്റെ നേർക്ക് പാഞ്ഞെടുത്ത തൃണമൂൽ പ്രവർത്തകർക്ക് നേരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തിരിച്ചടിച്ച സുവേന്ദു അധികാരി മുസ്ലിങ്ങൾ തനിക്ക് വേണ്ടി വോട്ട് ചെയ്യാത്തത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ഭരിക്കില്ല എന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിച്ച സുവേന്ദു അധികാരി BJP-യുടെ തീവ്ര ആശയങ്ങളുടെ പ്രചാരകനാണ്, ആരാധകനാണ്. അതുകൊണ്ട് തന്നെയാണ് SIR നടപ്പിലാക്കേണ്ടി വന്നപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നതും. 90 ലക്ഷത്തോളം വരുന്ന ബംഗ്ലാദേശികളെ SIR വഴി പുറത്താക്കുന്നതിന് സുവേന്ദു കൂടെ നിന്നതും. SIR ഒക്കെ സുവേന്ദു അധികാരിയുടെ ഭരണത്തിലേക്ക് വലിയൊരു വഴികാട്ടിയായി. ഇന്ന് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തിലാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനം ബംഗാളികളെ സംബന്ധിച്ച്, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച്